അതൊക്കെ അമ്പിളിയുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാ. അച്ഛാ, ഇത് വലിയൊരു അപകടമാണല്ലോ അച്ഛാ. ആ സ്വർണം പോലീസിനെ തിരിച്ചേൽപ്പിക്കാനാണോ രഘുവേട്ടനും അമ്പിളി ചേച്ചിയും വന്നത്? അതെ മോളെ, ആദ്യമേ തന്നെ ഞാനിത് പറഞ്ഞതാ. പക്ഷേ പോലീസിൽ ഏൽപ്പിക്കാതെ സ്വർണം ഗുണ്ടകൾ വഴി സ്വർണ്ണക്കടത്തുകാർക്ക് തന്നെ തിരിച്ചു നൽകുന്നതായിരിക്കും നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു. എന്നിട്ട് അതും നടന്നില്ല. രഘുവിനെ കയ്യിൽ കിട്ടിയപ്പോ അവന് പറയാനുള്ളതൊന്ന് കേൾക്കാൻ പോലും തയ്യാറാവാതെ ഗുണ്ടകളൊക്കെ കൂടി അവനെ തല്ലി. അപ്പൊ പിന്നെ സ്വർണം പോലീസിലേൽപ്പിക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ. അച്ഛാ, പോലീസിന് അത് തിരിച്ചു കൊടുക്കുമ്പോ അമ്പിളി ചേച്ചി ഇത്രയും നാളത് മറച്ചു വെച്ചത് ഒരു പ്രശ്നമാവില്ലേ? അതാലോചിച്ചാ ആദ്യമേ അതിൽ നിന്ന് പിന്മാറിയത്. ഇപ്പോ ഒടുവിലെടുത്തിരിക്കുന്ന തീരുമാനം സ്വർണം നേരത്തെ കിട്ടിയെന്ന് പറയാതെ കഴിഞ്ഞ ദിവസം വണ്ടി ക്ലീൻ ചെയ്തപ്പോ കിട്ടിയെന്ന് പറയാൻ വേണ്ടിയാ. ആ CI ആത്മാർത്ഥതയുള്ളൊരു ഓഫീസറാ. സ്വർണം തിരിച്ചു കൊടുത്ത് ആത്മാർത്ഥത കാട്ടുന്നവരെ ഒരുപാട് അങ്ങ് കുഴപ്പിക്കില്ലെന്നാ എന്റെ വിശ്വാസം. അങ്ങനെ ആയാ മതിയായിരുന്നു. എന്തായാലും ഇതൊരു വാർത്തയാവും അച്ഛാ. സോഷ്യൽ മീഡിയയിലൊക്കെ രഘുവേട്ടനും അമ്പിളി ചേച്ചിയും വൈറലാവാനൊക്കെ ഇടയുണ്ട്. പക്ഷേ സ്വർണ്ണക്കടത്തുകാര് അവരെ നമ്മളിനി എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് ഓർക്കുമ്പോഴാ. അതൊക്കെ ഇനി വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാനോ. നമ്മൾ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ശത്രുക്കൾക്ക് പിന്തുടരാൻ എളുപ്പം. നേരായ വഴിയിലൂടെ പോയാൽ നമ്മളെ ശത്രുവിൽ നിന്ന് രക്ഷിക്കാനും ആരെങ്കിലുമൊക്കെ കാണും. അച്ഛൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകാതിരുന്നത് നന്നായി. പോയാ ആദ്യം വാർത്തകളിൽ ഇടം പിടിക്കുന്ന അച്ഛനായിരുന്നിരിക്കും. തൽക്കാലം ഞാൻ പോകണ്ടെന്ന് വെച്ചത് അതുകൊണ്ട് തന്നെയാനു. പക്ഷേ പോലീസ് രഘുവിനെ അമ്പിളിയും ഏതെങ്കിലും വിധത്തിൽ കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ എനിക്ക് ഇടപെടേണ്ടി വരും. അതാ ഞാനും കൂടി അവരോടൊപ്പം വന്നത്. അച്ഛനകത്തേക്ക് വാ. സർ, ഇരിക്കും. ഗുണ്ടകൾ ആക്രമിച്ചതിന്റെ പരാതി നേരിട്ട് തരാൻ വന്നാണോ രഘു? അല്ല സർ, ഞങ്ങൾ വന്നത് രഘു തന്ന വണ്ടി നമ്പർ വെച്ച് ഞങ്ങളൊരു അന്വേഷണം നടത്തി. അതിന്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാ. അതൊരു ഡോക്ടറുടെ കാറിന്റെ നമ്പരാ. ആ വണ്ടി കമ്പനിയിൽ സർവീസിങ്ങിനായിട്ട് കയറ്റിയിരിക്കുക. ഞങ്ങളത് പോയി നോക്കി. എന്തായാലും അവന്മാരുടെ ശല്യം ഇനി ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. 1 കിലോ ഗോൾഡ് മിസ്സായതിൽ ഇനി അവര് രഘുവിനെ സംശയിക്കില്ല. അല്ല സർ, എനിക്ക് മനസ്സിലായില്ല. അതില് പുതിയൊരു മൊഴി കൂടി തന്നു. അതിൽ രഘുവിന് സ്വർണം കാണാതായതിൽ യാതൊരു പങ്കുമില്ലാന്ന് മാത്രമല്ല, ആ സ്വർണം അതിൽ പോലീസിനെ കണ്ടപ്പോ ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പുതിയ മൊഴി. അല്ല സാറേ, അതിൽ കൊടുത്ത മൊഴി സ്വർണ്ണക്കടത്തുകാരെ അറിഞ്ഞോ? അവരത് വിശ്വസിക്കോ? വിശ്വസിക്കാതെ പിന്നെ? അവൻ അവരുടെ ആളല്ലേ. അതിൽ തന്ന മൊഴിയൊക്കെ ഗോൾഡ് മാഫിയ അപ്പൊ തന്നെ അറിഞ്ഞു കാണും. അപ്പോ അവരിനി ഒരിക്കലും രഘുവേട്ടനെ അതിന്റെ പേരിൽ ഉപദ്രവിക്കില്ലെന്നാണോ സർ? അതെ, രഘുവിന് അതിലൊരു പങ്കുമില്ലാന്ന് തെളിവ് സഹിതം അതിൽ പറഞ്ഞതാ. പിന്നെ അവരെന്തിനാ രഘുവിന്റെ പുറകെ പോകുന്നത്? മൊഴി കിട്ടിയത് മുതൽ പോലീസും കസ്റ്റംസും ബ്രിഡ്ജിന്റെ കീഴിലും കായലിന്റെ തീരത്തുമൊക്കെ പരിശോധന നടത്തി. പക്ഷെ ഗോൾഡ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഒന്നുകിൽ അത് കായലിൽ പോയി കാണും, അല്ലെങ്കിൽ അത് ആർക്കെങ്കിലും കിട്ടിക്കാണും. എന്തായാലും ഇനി രഘുവിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാ.
അല്ല സാർ ഞാൻ എങ്കിൽ നമുക്കിത് തിരിച്ചു കൊണ്ടുപോകാൻ രഘുവേട്ടാ, അതല്ലേ നല്ലത്. എന്താ എന്തു പറ്റി? അല്ല സാർ അമ്പിളി ഇങ്ങനെ ഞാൻ അത് പിന്നെ സാർ, സാറിന് തരാൻ കൊണ്ടുവന്ന പരാതി തിരിച്ചു കൊണ്ടുവന്ന കാര്യം അത് പറയായിരുന്നു. ഓ, നിങ്ങൾക്ക് പരാതി തരണമെന്നുണ്ടെങ്കിൽ തരാം. രഘുവിനെ ആക്രമിച്ചവരെ ഇതിന്റെ പേരിൽ വെറുതെ വിടണമെന്ന് ഞാൻ പറയില്ല. അയ്യോ വേണ്ട സാർ, അവരെ കൊണ്ട് ഇനി ശല്യമൊന്നും ഉണ്ടാവില്ലെങ്കിൽ കേസിനൊന്നും പോവണ്ടെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അല്ല രഘുവേട്ടാ? സാർ കേസൊന്നും വേണ്ട, ഇനിയെങ്കിലും ഞങ്ങൾക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഓക്കെ രഘു, എന്നാ നിങ്ങൾ പോയിക്കോ. ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, അപ്പൊ നമുക്ക് നോക്കാം. ശരി സാർ. ഓക്കെ, താങ്ക് യു സാർ. ഓ എന്നാ ഞങ്ങള് ശരി. അല്ലമ്പിളി, നമ്മളെന്താ ഈ സ്വർണം സിഐ ഏൽപ്പിക്കാതെ പോകുന്നത്? നമുക്ക് ഈ സ്വർണം കിട്ടിയിട്ടില്ലെന്ന് അവര് തന്നെ പറയുമ്പോ നമ്മളിത് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞ എങ്ങനെ തിരിച്ചു കൊടുക്കും രഘുവേട്ടാ? ശരിയാ, അതിലൊരു കിലോ സ്വർണം പുഴത്തീരത്ത് വലിച്ചെറിഞ്ഞെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിത് കാറിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാ പോലീസ് ഒരിക്കലും വിശ്വസിക്കില്ല. അതെ, കേസ് പിന്നെ മാറും. നമ്മൾ പുഴത്തീരത്ത് നിന്ന് സ്വർണം എടുത്ത് ഒളിപ്പിച്ചതാണെന്ന് വരെ ചിലപ്പോ പറയും. വേണമെങ്കിൽ രഘുവേട്ടനും ആദിലും ചേർന്ന് കളിച്ച കളിയാണെന്ന് വരെ പോലീസ് വരുത്തി തീർക്കും. അങ്ങനെ നോക്കിയാ സ്വർണം തിരിച്ചു കൊടുക്കാതിരുന്ന നന്നായല്ലേ? പിന്നെ അല്ലാതെ, കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ആ കേസിന് പുറകെ നടക്കാനേ നേരം കാണും. പക്ഷേ ഈ സ്വർണം നമ്മുടെ കയ്യിലിരിക്കുന്നത് നമുക്ക് എന്നൊരു തലവേദന തന്നെ. എന്ത് തലവേദന? സ്വർണം കയ്യിലിരിക്കുന്നത് തലവേദനയാണെങ്കിലേ ഇവിടുത്തെ ജ്വല്ലറി മുതലാളിമാരുടെ തലയൊക്കെ പൊട്ടിത്തെറിക്കണ്ടേ രഘുവേട്ടാ? അമ്പിളി, തമാശയല്ല. ഈ ജ്വല്ലറി മുതലാളിമാർക്ക് സ്വർണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം. നമുക്കാണെങ്കിൽ കുറുക്കൻ ആമയെ കിട്ടിയ അവസ്ഥ. നമുക്ക് ഈ സ്വർണത്തിന് കാവലിരിക്കാന്നല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും അമ്പിളി? എന്റെ രഘുവേട്ട, ആരും ഒന്നും പഠിച്ചോണ്ടല്ലോ ജനിക്കുന്നത്. ഓരോ അനുഭവത്തിൽ നിന്ന് ഓരോന്ന് പഠിക്കുക. ഈ സ്വർണം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ദൈവം തന്നതാണെന്ന് വിചാരിച്ച ഇത് ഉപയോഗിക്കാനുള്ള വഴിയും നമുക്ക് തുറന്നു കിട്ടും. എന്താ എന്താ രഘുവേട്ട, എന്തിനാ വണ്ടി നിർത്തിയേ? എടി, അതെ, അവന്മാരുടെ വണ്ടിയാ, ആ സ്വർണ്ണക്കടത്തുകാരുടെ. അയ്യോ ദൈവമേ, രഘുവേട്ടൻ അവരുടെ മുമ്പിൽ ചാടിക്കൊടുക്കാൻ പോവാണോ? അമ്പിളി, അതിൽ വണ്ടി ഇരുന്ന് സ്വർണ്ണം എറിഞ്ഞെന്ന് പറഞ്ഞ സ്ഥലം ഇതാ. അവന്മാരത് തിരയാൻ വന്നോ? അവന്മാരവിടെ കിടന്ന് തിരയട്ടെ രഘുവേട്ട, നമുക്ക് പോവാം. അതല്ല അമ്പിളി, നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകുന്നതാ നല്ലത്.